ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗീതാഞ്ജലിയിൽ നിന്നുമുള്ള സോങ് 14 ഡിസ്കസ് ചെയ്യാം. ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ നമുക്ക് തുടങ്ങാം. ഗീതാഞ്ജലി എന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ പ്രശസ്തമായ ഭക്തി കവിതകളുടെ, അതായത് ഡിവോഷണൽ പോയംസിൻ്റെ സമാഹാരമാണ്. ഗീതാഞ്ജലി എന്ന വാക്ക് 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. ഗീത് മീൻസ് സോങ്, ഗാനം. അഞ്ജലി മീനിങ് ഓഫറിങ്, അതായത് സമർപ്പണം. ഇപ്പം ഗീതാഞ്ജലി എന്ന വാക്കിൻ്റെ അർത്ഥം ഗാനങ്ങളുടെ സമർപ്പണം എന്നാണ്. ആൻഡ് ഓഫറിങ് ഓഫ് സോങ്സ് ടു ഗോഡ്. ഇനി ഒറിജിനൽ ബംഗാൾ വേർഷൻ എപ്പോഴാണ് പബ്ലിഷ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1910 1910. അതുപോലെ ഈ ബംഗാൾ വേർഷനിൽ എത്ര ഗാനങ്ങൾ, കവിതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 157. ഇനി അടുത്ത ഇംഗ്ലീഷ് വേർഷൻ, അതായത് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പ് പബ്ലിഷായത് 1912. അതുപോലെ ഈ കൃതിയുടെ ആത്മീയ ഗൗരവവും സൗന്ദര്യവും ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. അതിനാൽ 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ടാഗോറിന് ലഭിച്ചു. അങ്ങനെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനായി അദ്ദേഹം മാറി. ദ ഫസ്റ്റ് ഏഷ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അപ്പോൾ ഡേറ്റ്സ് മറക്കണ്ട. ബംഗാൾ വേർഷൻ പബ്ലിഷ് ആയത് 1910, ഇംഗ്ലീഷ് വേർഷൻ പബ്ലിഷ് ആയത് 1912. അതായത് അതുപോലെ നെക്സ്റ്റ് ഇയർ 1913 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടി. അതുപോലെ ബംഗാൾ വേർഷനിൽ എത്ര ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 157. അതുപോലെ ഇംഗ്ലീഷ് വേർഷനിൽ 103. അതുപോലെ 1912 പ്രസിദ്ധീകരിച്ച ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പിന് പ്രശസ്ത ഐറിഷ് കവി W.B. ഈഡ്സ് ആണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിഫേസ് എഴുതിയത്. ടാഗോറിൻ്റെ കവിതകളിലെ ആത്മീയ സൗന്ദര്യവും ലളിതമായ ഭാഷയും ആഴമുള്ള വികാരവും W.B. ഈഡ്സ് വളരെ പ്രൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഈഡ്സിൻ്റെ പിന്തുണ കാരണം ഗീതാഞ്ജലി യൂറോപ്പിലും പാശ്ചാത്യ ലോകത്തും വളരെ പ്രശസ്തമായി. ഇനി നമുക്ക് കവിത ഡിസ്കസ് ചെയ്യാം. മൈ ഡിസയേഴ്സ് ആർ മെനി ആൻഡ് മൈ ക്രൈ ഈസ് പിറ്റിഫുൾ. അപ്പോൾ ആദ്യം ആ വരിയിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ. മൈ ഡിസയേഴ്സ് ആർ മെനി. കവിക്ക് ജീവിതത്തിൽ അനവധി ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ എങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്? എൻലെസ്, അത് അനന്തമായ ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ അനന്തമായ ആഗ്രഹങ്ങൾ കാരണം കവിക്ക് എങ്ങനെ ഫീലാകുന്നു? റെസ്റ്റ്ലെസ്സും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടും ഫീൽ ആകുന്നു. അപ്പോൾ ക്രൈ എന്നത് ദൈവത്തോട് ചെയ്യുന്ന പ്രാർത്ഥനകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രൈ ഈസ് പിറ്റിഫുൾ എന്ന് പറയുന്നു ഇവിടെ. അപ്പോൾ വൈ ക്രൈ ഈസ് പിറ്റിഫുൾ? ബിക്കോസ് ദേ കം ഫ്രം സെൽഫിഷ് ആൻഡ് വേർഡ്ലി ഡിസയേഴ്സ്. അപ്പോൾ ചുരുക്കത്തിൽ ദ പോയറ്റ് സേസ് ഹി ഹാസ് മെനി ഡിസയേഴ്സ്, സോ ഹി സാഡ്ലി ആസ്ക് ഗോഡ് ടു ഫുൾഫിൽ ദം. കവിക്ക് അനവധി ആഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ദുഃഖത്തോടെ ദൈവത്തോട് അവ നിറവേറ്റണമെന്ന് അപേക്ഷിക്കുന്നു. എവർ ഡിഡ്സ് ദൗ സേവ് മീ മൈ ഹാർഡ് റെഫ്യൂസൽസ്. ദൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു. അപ്പോൾ കവി പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പലപ്പോഴും അത് നിഷേധിക്കുന്നു, റെഫ്യൂസ് ചെയ്യുന്നു. എന്നാൽ ആ നിഷേധങ്ങൾ കവിയെ തെറ്റായ ആഗ്രഹങ്ങൾ, അത് അൺനെസസറി ഡിസയേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ രക്ഷിക്കുന്നു എന്ന് കവി പറയുന്നു. അതാ ഇവിടെ പറയുന്നത് ബട്ട് എവർ ഡിഡ്സ് ദൗ സേവ് മീ മൈ ഹാർഡ് റെഫ്യൂസൽസ്. അപ്പോൾ കവി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അനുവദിക്കുന്നില്ല. ചിലപ്പോൾ ദൈവം കഠിനമായി അവ നിഷേധിക്കുന്നു. ആദ്യം അത് വേദനാജനകമായി കവിക്ക് തോന്നുന്നു. എന്നാൽ പിന്നീട് കവി മനസ്സിലാക്കുന്നു ഈ റെഫ്യൂസൽസ്, നിഷേധങ്ങൾ തന്നെ തെറ്റായതും ആവശ്യമില്ലാത്തതുമായ ആഗ്രഹങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ് ദൈവം. അപ്പോൾ ദീസ് റെഫ്യൂസൽസ് ആക്ച്വലി പ്രൊട്ടക്റ്റ് ഹിം ഫ്രം ഹാംഫുൾ ഓർ അൺനെസസറി ഡിസയേഴ്സ്. അപ്പോൾ ഗോഡ് സേവ്സ് പോയറ്റ്സ് എങ്ങനെ? ബൈ നോട്ട് ഗിവിങ് എവ്രിതിങ് ഹി ആസ്ക് ഫോർ. ആൻഡ് ദിസ് സ്ട്രോങ് മേഴ്സി ഹാസ് ബീൻ റോട്ട് ഇൻ ടു മൈ ലൈഫ് ത്രൂ ആൻഡ് ത്രൂ. അപ്പോൾ റോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡ്, ഫോം അല്ലെങ്കിൽ രൂപപ്പെടുത്തുക. അപ്പോൾ റോട്ട് ത്രൂ ആൻഡ് ത്രൂ എന്നാണ് പറയുന്നത്, അതായത് മുഴുവനായും രൂപപ്പെടുത്തുക. അപ്പോൾ ഈ റെഫ്യൂസൽസ്, ഈ നിഷേധങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരുണയാണ് എന്നാണ് കവി പറയുന്നത്. ആൻഡ് ദിസ് സ്ട്രോങ് മേഴ്സി ഹാസ് ബീൻ wrought into my life through and through. അപ്പം they have shaped and guided the poet's whole life. അപ്പം അവ കവിയുടെ ജീവിതത്തെ മുഴുവനായി രൂപപ്പെടുത്തുകയും നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡേ ബൈ ഡേ thou art making me worthy. അപ്പം എന്താ പറയുന്നത്? ദൈവം ദിവസേന കവിയെ
ആത്മീയമായി വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് കവി പറയുന്നു. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ചില ആഗ്രഹങ്ങൾ നിഷേധിക്കുന്നതിലൂടെ പോലും ദൈവം കവിയെ ആത്മീയമായി വളർത്തുന്നു. അപ്പം അതിൻ്റെ ഫലമായി കവി ദൈവം ചോദിക്കാതെയും നൽകിയ ലളിതമാണെങ്കിലും മഹത്തായ അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കാൻ അർഹനാകുന്നു. അതാണ് പറയുന്നത്, ഓഫ് ദ സിമ്പിൾ ഗ്രേറ്റ് ഗിഫ്റ്റ്സ് ദാറ്റ് ദൗ ഗേവസ് ടു മീ unasked. അപ്പം the poet becomes worthy to understand and appreciate the simple but precious gifts God has already given him. അപ്പം എന്തൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ? ലൈഫ്, നേച്ചർ, ദ എബിലിറ്റി ടു തിങ്ക്, അത് ജീവൻ, പ്രകൃതി, ചിന്തിക്കാനുള്ള കഴിവ്. ഇത് അടുത്ത വരിയിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാ ഗിഫ്റ്റ്? ദ സ്കൈ ആൻഡ് ദ ലൈറ്റ്. അപ്പോൾ ആകാശവും വെളിച്ചവും ദൈവം മനുഷ്യന് നൽകിയ പ്രകൃതിയുടെ മനോഹരമായ അനുഗ്രഹങ്ങളാണ്. അതുപോലെ അടുത്ത എന്താണ്? ദിസ് ബോഡി ആൻഡ് ദ ലൈഫ് ആൻഡ് ദ മൈൻഡ്. നമ്മുടെ ശരീരം, നമ്മുടെ ജീവൻ, നമ്മുടെ മനസ്സ്, ചിന്തിക്കാനുള്ള എബിലിറ്റി എന്നിവ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. സേവിങ് മീ ഫ്രം പെറിൽസ് ഓഫ് ഓവർ മച്ച് ഡിസയർ. പെരിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡേഞ്ചർ. അപ്പോൾ പെരിൽസ് ഓഫ് ഓവർ മച്ച് ഡിസയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്നാണ്. ഇവിടെ സേവിങ് മീ ഫ്രം പെരിൽസ് ഓഫ് ഓവർ മച്ച് ഡിസയർ എന്നാണ് കവി പറയുന്നത്. അതായത് പോയിറ്റ് റിയലൈസ് ചെയ്യുന്നു, ഹാവിങ് ടു മെനി ഡിസയർസ് ക്യാൻ ബി ഡേഞ്ചറസ്. അതുകൊണ്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിറവേറ്റാത്തത് തന്നെ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. ഗോഡ് ഹെൽപ്സ് എ പോയറ്റ് ലിവ് എ പീസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ലൈഫ്. അപ്പം ദൈവം കവിയെ ശാന്തമായും അർത്ഥവത്തായും ജീവിക്കാൻ സഹായിക്കുന്നു. എൻഡ്ലെസ് ഡിസയേഴ്സ് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ആക്കും? ഗ്രീഡി ആക്കാം, അതുപോലെ റെസ്റ്റ്ലെസ് ആക്കാം, അതുപോലെ അൺഹാപ്പി ആക്കാം. There are times when I languidly linger. Languidly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിലി അല്ലെങ്കിൽ വിത്തൗട്ട് എനർജി, അത് ഒരു അലസമായ ഭാവം. ഓക്കെ, ലിങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റേ ഓർ മൂവ് സ്ലോലി, ഒരു മന്ദഗതിയിൽ തുടരത്തില്ലേ, അതിനാണ് പറയുന്നത്. അപ്പോൾ കവി ഇവിടെ സമ്മതിക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ കവി തൻ്റെ ആത്മീയ യാത്രയിൽ അലസമായി മാറിയിട്ടുണ്ട്. അതായത് ദൈവത്തെ തേടേണ്ടതിന് പകരം മന്ദഗതിയിൽ സമയം കളഞ്ഞു. അതായത് ദർ ആർ ടൈംസ് വെൻ ഐ ലാംഗ്വേഡ്ലി ലിങ്കർ. അപ്പം ഹി മൂവ് സ്ലോലി ആൻഡ് വേസ്റ്റ് ടൈം എന്നാണ് കവി സമ്മതിക്കുന്നത്. ഇത് മനുഷ്യരുടെ ദുർബലതയെ കാണിക്കുന്ന വരിയാണ്. കാരണം മനുഷ്യർ എല്ലായ്പ്പോഴും ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്നില്ല എന്നത് ഈ വരിയിലൂടെ മനസ്സിലാക്കി തരുന്നു. And times when I awaken and hurry in search of my goal. ചില സമയങ്ങളിൽ കവി ഉണർന്ന്, അതായത് ഹി ബിക്കംസ് എനർജറ്റിക്, ഹി ബിക്കംസ് ആക്റ്റീവ് ആൻഡ് ക്വിക്ക്ലി സെർച്ചസ് ഫോർ ഹിസ് ഗോൾ. അതായത് ലക്ഷ്യം, അതായത് ദൈവത്തെ തേടാൻ വേഗത്തിൽ ശ്രമിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുകയാണ്. ചിലപ്പോൾ അവൻ അലസനാകുന്നു, എന്നാൽ ചിലപ്പോൾ എന്താകുന്നു? എനർജറ്റിക് ആയിട്ട് ഉണർന്ന് ദൈവത്തെ കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. അപ്പം ഇത് മനുഷ്യൻ്റെ ആത്മീയ പോരാട്ടത്തെ കാണിക്കുന്ന വരിയാണ്. ബട്ട് ക്രൂവലി ദൗ ഹൈഡസ് തൈസെൽഫ് ഫ്രം ബിഫോർ മീ. അപ്പം കവി ആത്മാർത്ഥമായി ദൈവത്തെ തേടുമ്പോൾ ദൈവം മറഞ്ഞിരിക്കുന്നതായി കവിക്ക് അനുഭവപ്പെടുന്നു. അപ്പം അതുകൊണ്ട് കവി ദൈവം ക്രൂരമായി പെരുമാറുന്നത് പോലെ ഫീൽ ആകുന്നു ഇല്ലേ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹൈഡിങ് എന്നത് ആക്ച്വലി കവിയെ പരീക്ഷിക്കുകയും ആത്മീയമായി വളർത്തുകയും ഇല്ലെങ്കിൽ ആത്മീയമായി ശക്തനാക്കുകയും ചെയ്യാനുള്ളൊരു മാർഗമാണെന്നതും കവിക്ക് അറിയാം. ഡേ ബൈ ഡേ thou art making me worthy of thy full acceptance. അപ്പോൾ എന്താ കവി പറയുന്നത്? ദൈവം ദിവസേന കവിയെ ആത്മീയമായി വളർത്തുകയും മാറ്റുകയും ചെയ്യുന്നു എന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ദൈവം കവിയെ മെച്ചപ്പെടുത്തുന്നു, ഹെൽപ്പിംഗ് ഹിം ഗ്രോ സ്പിരിച്വലി. എന്നാൽ ഒരു ദിവസം കവി ദൈവത്തിൻ്റെ പൂർണ്ണ സ്നേഹത്തിനും അംഗീകാരത്തിനും അർഹനാകും. അതാണ് ഇവിടെ പറയുന്നത്. ഡേ ബൈ ഡേ thou art making me worthy of thy full acceptance. അപ്പോൾ ഗോഡിൻ്റെ ദൈവത്തിൻ്റെ കംപ്ലീറ്റ് ലവ് അനുഭവിക്കാൻ കവി വേർത്തിയാകും എന്ന് വിശ്വസിക്കുന്നു. ബൈ റെഫ്യൂസിങ് മീ എവർ ആൻഡ് ആനോൺ. അപ്പം ഈ എവർ ആൻഡ് ആനോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗൻ ആൻഡ് എഗൻ, വീണ്ടും വീണ്ടും. അപ്പോൾ ദൈവം കവിയുടെ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നിഷേധിക്കുന്നു. അതാ പറയുന്നത് ബൈ റെഫ്യൂസിങ് മീ എവർ ആൻഡ് ആനോൺ. ഇതൊരു ശിക്ഷയല്ല, തന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കുവാനും ആത്മീയമായി വളർത്തുവാനുമാണ് എന്ന് കവി മനസ്സിലാക്കുന്നുണ്ട്. സേവിങ് മീ ഫ്രം പെരിൽ ഓഫ് വീക്ക് അൺസർട്ടൺ ഡിസയർ.
അപ്പോൾ ഈ വരികളിൽ കവി ദൈവത്തിൻ്റെ റെഫ്യൂസലിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നു. ദൈവം ദിവസേന കവിയെ തൻ്റെ പൂർണ്ണ സ്നേഹത്തിലും അംഗീകാരത്തിനും അർഹനാക്കുകയാണ്. അത് കവിയുടെ ചില അഭ്യർത്ഥനകൾ വീണ്ടും വീണ്ടും നിഷേധിക്കുന്നതിലൂടെ ദൈവം അദ്ദേഹത്തെ ആത്മീയമായി കൂടുതൽ ശക്തനാക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ റെഫ്യൂസൽസ് കവിയെ മീനിങ്ലെസ് ഡിസയേഴ്സ്, അത് മീനിങ്ലെസ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുടെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് കവി തുറന്നു പറയുന്നു. നമുക്കിനി തീംസ് ഡിസ്കസ് ചെയ്യാം. ഹ്യൂമൻ ഡിസയർ ആൻഡ് ഡിവൈൻ കൺട്രോൾ. അപ്പോൾ മനുഷ്യർക്ക് വളരെയധികം ആഗ്രഹങ്ങളുണ്ടെന്ന് കവി ഓൾറെഡി പറഞ്ഞു. ചില ആഗ്രഹങ്ങൾ അപകടകരമാണ്. അപ്പോൾ ദൈവം അവയെ അത് നിരാകരിച്ചുകൊണ്ട് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ രക്ഷിക്കുന്നു. ഇനി അടുത്തൊരു തീമാണ് ഗോഡ്സ് മേഴ്സി ഇൻ റെഫ്യൂസൽ. അപ്പോൾ ദൈവം നമ്മുടെ ചില ആഗ്രഹങ്ങൾ നിറവേറ്റാതെ നിരാകരിക്കുന്നത് പോലും കരുണയാണ് എന്ന് കവി മനസ്സിലാക്കുന്നു. അതിലൂടെ മനുഷ്യൻ തെറ്റായ വഴികളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നും കവി പറയുന്നുണ്ട്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗോഡ്സ് ഗിഫ്റ്റ് ആണ് അടുത്ത ഒരു തീം. നമ്മൾ ഓൾറെഡി ഇതും ഡിസ്കസ് ചെയ്തതാണ്. അതായത് ആകാശം, പ്രകാശം, ശരീരം, ജീവിതം, മനസ്സ് തുടങ്ങിയ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് കവി നന്ദി പറയുന്നുണ്ട്. അടുത്തൊരു തീമാണ് സ്പിരിച്വൽ ഗ്രോത്ത്. അതായത് ഡേ ബൈ ഡേ ഗോഡ് ഈസ് മേക്കിംഗ് ഹിം വർത്തി എന്ന് കവി വിശ്വസിക്കുന്നു. അനുഭവങ്ങളിലൂടെ മനുഷ്യൻ്റെ ആത്മീയ വളർച്ച നടക്കുന്നു എന്ന് കവി പറയുന്നു. അടുത്ത തീമാണ് ഡേഞ്ചർ ഓഫ് എക്സസീവ് ഡിസയർ. അധികമായ ആഗ്രഹങ്ങൾ മനുഷ്യനെ അപകടത്തിലാക്കുമെന്ന് കവിതയിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.